നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷുബ്ധമായ ഒരു പ്രചരണ വാചകമായിരുന്നു കാഫിർ പ്രയോഗം. ഷാഫി പറമ്പിൽ 5 നേരവും നിസ്കരിക്കുന്ന ദീനിയായ ഇസ്ലാമാണ്, അതുകൊണ്ട് കാഫിറായ ശൈലജ ടീച്ചറിന് വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്ന തരത്തിലായിരുന്നു അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കാഫിർ പ്രയോഗത്തോടു കൂടി ഒരു പ്രചരണം ഇറങ്ങിയത്. ഈ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിൻ്റെ തലയിലും കോൺഗ്രസിൻ്റെ തലയിലുമാണ് ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ അന്ന് കെട്ടിവെക്കാൻ ശ്രമിച്ചത്. ശൈലജ ടീച്ചർ തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പറഞ്ഞത്, ഇത്തരം ഒരു FB പേജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് UDFകാരുടെ FB പേജിലൂടെ തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. പിന്നീട് അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിലേക്ക് ചെന്നു. എന്നാൽ PK കാസിം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. PK കാസിമിൻ്റെ FB പേജിലൂടെയാണ് കാഫിർ പ്രയോഗം പുറത്തു വന്നത് എന്നാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. താൻ ഇതിൽ നിരപരാധിയാണെന്നും തനിക്കെതിരെ ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ PK കാസിം പറഞ്ഞത്. എന്നാൽ അതുകൊണ്ടൊന്നും കാസിം അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. തീർത്തും ഈ വിഷയത്തിൽ തനിക്ക് നീതി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ PK കാസിം ഹർജി നൽകുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരു നീതി ഉണ്ടാകണം, അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കാസിം ഹർജി നൽകിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി. ഇനിയാണ് സംഭവത്തിൻ്റെ ചുരുളുകൾ അഴിയുന്നത്. KK ശൈലജയെ ഏത് വിധേനയും വടകരയിൽ തോൽപ്പിച്ച് CPMൽ നിന്നും പടികടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പിണറായി വിജയൻ വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അവരെ മത്സരിപ്പിക്കുകയായിരുന്നു എന്നാണ് നാം പിന്നീട് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും. ഇതിനുവേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള ചില CPMന്റെ സമുന്നത നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പോരാളി ഷാജി, റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടേഴ്സ് എന്നിങ്ങനെയുള്ള FB പേജിലൂടെ ചില പരാമർശങ്ങൾ വന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ പരാമർശങ്ങളൊക്കെയും ഷാഫി പറമ്പിലിന് അനുകൂലമായി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിലും ഇതിൽ ഒളിഞ്ഞിരുന്നത് KK ശൈലജ ടീച്ചർ കാഫിറാണ്, അതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുത്, ഷാഫി പറമ്പിലിൽ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു ഈ കാഫിർ പ്രയോഗത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് കൃത്യമായ തന്ത്രം തന്നെയായിരുന്നു. അതായത് ഷാഫി പറമ്പിലിന് കൃത്യമായ ദീനീബോധമുള്ള മുസ്ലിംസിൻ്റെ വോട്ട് കിട്ടും, അതുകൊണ്ട് ഏത് വിധേനയും മാർക്സിസ്റ്റുകാരായ മുസ്ലിംസ് ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്യണം എന്ന രീതിയിൽ ശൈലജ ടീച്ചറെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമായിരുന്നു അവിടെ നടന്നത്. ഇതിൽ ശൈലജ ടീച്ചർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്നാൽ ശൈലജ ടീച്ചർ ഏത് വിധേനയും പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ ഇറങ്ങിയത് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം CPM ആരോപിച്ചതുപോലെ ഇടതുപക്ഷം ആരോപിച്ചതുപോലെ ഈ കാഫിർ പ്രയോഗത്തിൻ്റെ പുറകിൽ ഒരു കാരണവശാലും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ പങ്കുണ്ടായിരുന്നില്ല, UDFനോ പങ്കുണ്ടായിരുന്നില്ല. ഇത് കൃത്യമായി തന്നെ കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ഇതിൻ്റെ ആളുകളെ, അതായത് പോരാളി ഷാജി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് റെഡ് വാളണ്ടിയേഴ്സും അല്ലെങ്കിൽ റെഡ് ബറ്റാലിയൻസും റെഡ് എൻകൗണ്ടേഴ്സും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട് ആളുകളെയും കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂരിൽ CPMന്റെ മുഖമായിരുന്ന CPMന്റെ നേതാവായി കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്ന P ജയരാജനും പോരാളി ഷാജിമാരിൽ നിന്നും ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ P ജയരാജനും ഇതിൽ കലിപ്പിലായിരുന്നു. എങ്ങനെയും ഇവരെ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു P ജയരാജനും MV ജയരാജനുമെല്ലാം. എന്തായാലും മറ നീക്കി കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പിണറായി വിജയന്റെ പോലീസുകാർ തന്നെ ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. വഹാബ് എന്ന് പറഞ്ഞ ഒരാളാണ് പോരാളി ഷാജി എന്ന് പറഞ്ഞ ഈ പോസ്റ്റിന്റെ ഉറവിടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഹാബ് എന്ന് പറഞ്ഞ ഒരാളാണ് പോരാളി ഷാജി എന്ന പേരിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ഫോൺ നമ്പറും ഏത് ഫോൺ നമ്പറിൽ നിന്നാണ് പോസ്റ്റ് ഇട്ടതും എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടേഴ്സ് എന്നിവർക്ക് വേണ്ടി 2024 ഏപ്രിൽ 25-ാം തീയതിയാണ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കേരള പോലീസ് കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിനൊടുവിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന് പുറകിലുണ്ടായിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തി. എന്തായാലും ഇപ്പോൾ വാട്സപ്പ് FB ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മെറ്റ കമ്പനിക്ക് വരെ എതിരായി പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു. അവരെ പ്രതികളാക്കിക്കൊണ്ട് തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. TP ചന്ദ്രശേഖരനെ വധിക്കുവാൻ വേണ്ടി CPM അന്ന് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടത്തി. ഈ ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് CPMന് എക്കാലത്തും വെല്ലുവിളിയായിരുന്ന RMP നേതാവായ TP ചന്ദ്രശേഖരനെ വധിച്ചത്. എന്നാൽ TP ചന്ദ്രശേഖരനെ വധിക്കുവാൻ വേണ്ടി എത്തിയ കൊലയാളി സംഘത്തിൻ്റെ കാറിന് മുമ്പിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറാണ് മാഷ അല്ലാ. കണ്ണൂരിൽ
മത്സരിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഷാജിയെ തോൽപ്പിക്കാൻ വേണ്ടി സിറാത്ത് പാലം കൊണ്ടുവന്നു. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന മതഗ്രന്ഥമായ ഖുറാനിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഷാജിയെ ഏത് വിധേനയും തോൽപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് CPM അന്ന് ആ പണി കാണിച്ചത്. പിന്നീട് വടകരയിൽ ഷാഫി മത്സരിക്കുമ്പോൾ, ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോൾ നേർക്ക് നേർ ഇവർ തമ്മിലുള്ള കൊമ്പുകോർക്കൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഷാഫിയെ സംരക്ഷിക്കാൻ എന്ന രീതിയിൽ തന്നെയാണ് ചില പോസ്റ്റുകൾ ഇറങ്ങിയത്. ആ പോസ്റ്റിലെ പ്രയോഗമായിരുന്നു കാഫിർ പ്രയോഗം. എന്തായാലും CPMൽ നിന്നും ഒരു കാരണവശാലും ഇനി ശൈലജ ടീച്ചർ മുന്നോട്ടേക്ക് വരാൻ പാടില്ല. ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു പോകണം, അല്ലെങ്കിൽ അവരെ ഇനി ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പരിഗണിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനും CPMലെ സമുന്നതരായ ചില നേതാക്കളും നടത്തിയ കളികൾ തന്നെയാണ് അവിടെ കാഫിർ പ്രയോഗത്തിലൂടെ കണ്ടത് എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തായാലും അതിൻ്റെ നഷ്ടം ശൈലജ ടീച്ചർക്ക് തന്നെയായിരുന്നു. വടകരയിൽ ശൈലജ ടീച്ചർ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇതേ തുടർന്ന് CPMലും ഇടതുപക്ഷത്തിലും പൊട്ടിത്തെറിക്ക് സമാനമായ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ CPMൽ ദുർബലപ്പെടുന്നു, ഒറ്റപ്പെടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ CPMൽ ഒരു കുറുമുന്നണി രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി എന്ന രീതിയിൽ എത്ര കാലം ആ കസേരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. എന്തായാലും ശൈലജ ടീച്ചറും P. ജയരാജനും MP ജയരാജനുമെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കണ്ണൂർ ലോബിയായി മാറിക്കൊണ്ട് പഴയ ആലപ്പുഴയിലെ നേതാവായ G. സുധാകരനെയും തോമസ് ഐസക്കിനെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ പടയൊരുക്കം നടത്തുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കാഫിർ പ്രയോഗം പിണറായി വിജയനെ ബൂമറാങ്കായി തിരിഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ വിഷയത്തിൽ പുനരന്വേഷണം നടക്കും എന്ന് തന്നെയുള്ള തീരുമാനത്തിലാണ് കേരള പോലീസ്. ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി എന്തായാലും മുസ്ലിം ലീഗിന്റെ PK കാസിമിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു. കാഫിർ പ്രയോഗത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നത് ആരാണ് പോരാളി ഷാജി എന്നുള്ളതെല്ലാം ജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത്. ഇതിന് കേരള പോലീസിനെ അഭിനന്ദിക്കാതെ തരമില്ല. വീണ്ടും ഇത്തരത്തിലുള്ള വക്രബുദ്ധിയുമായി ആരൊക്കെ വന്നാലും അവരെ കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കട്ടെ എന്ന് നമുക്ക് അഭിമാനിക്കാം. കേരള പോലീസിന് ഈ അവസരത്തിൽ സ്തുത്യർഹമായ അന്വേഷണം നടത്തിയതിന് ഒരു സല്യൂട്ട് നമുക്ക് നൽകാം.